നമസ്കാരം. ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി. ഇതുവരെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. അതെല്ലാം പോട്ടെ. സി വേണുഗോപാലിന് ഇത്രയും സപ്പോർട്ടുണ്ടെങ്കിൽ ഈ ഡൽഹിയിലേക്ക് മീറ്റിങ്ങിന് പോയ ഭൂരിപക്ഷം എം.എൽ.എമാരും സപ്പോർട്ട് ചെയ്തത് സി വേണുഗോപാലിനെ. സി വേണുഗോപാലിന് ഇത്രയും സപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ പാർട്ടിക്ക് സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ പോരെ? കേരളത്തിൽ നിന്നുള്ള ഈ പറയുന്ന ജനവികാരം അല്ലെങ്കിൽ ജനപിന്തുണ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതലും ജനത്തിൻ്റെ അല്ല, അത് പാർട്ടി അണികളുടെ വികാരവും പിന്തുണയൊക്കെയാണ്. പാർട്ടി അണികൾ അല്ലെങ്കിൽ പാർട്ടി പിന്തുണ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഹൈക്കമാൻഡ് പറയുകയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തുള്ള ഉന്നത നേതൃസ്ഥാനത്തുള്ള വ്യക്തികൾ പേരെടുത്ത് പറയുകയാണ് സി വേണുഗോപാലാണ് മുഖ്യമന്ത്രി എങ്കിൽ, മുഖ്യമന്ത്രിയാണെന്ന് പറയുകയാണെങ്കിൽ അതിനപ്പുറത്തോട്ടൊന്നും ഇല്ലല്ലോ. പിറ്റേ ദിവസം 2 ദിവസം ഇവർ ഇവിടെ കിടന്ന് ബഹളമൊക്കെ വെക്കും. അത് കഴിയുമ്പോഴത്തേനും ഇവർ ഈ ബഹളമൊക്കെ മറക്കും. ഇവർ കൂടുതലായിട്ടൊന്നും സംസാരിക്കാനോ പറയാനൊന്നും പോവില്ല. പക്ഷേ അവിടെയും വി സതീശൻ പിടിച്ചു നിൽക്കുക. ആർക്കെതിരെ? സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വൺ ടീമിനെതിരെ, ഇത്രയും എം.എൽ.എമാരുടെ സപ്പോർട്ടുള്ള ടീമിന് എതിരെ ആര് പിടിച്ചു നിൽക്കുകയാണ്? കിടപിടിച്ച് നിൽക്കുകയാണ് വി സതീശൻ. അപ്പോൾ വി സതീശൻ്റെ തുറുപ്പിയിട്ട് എന്താ ഈ കളിയിൽ? വി സതീശന് ഈ ഗെയിമിൽ ഇത്രയും ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തുറുപ്പിയിട്ട് എന്താ? വി സതീശനും നമ്മുടെ രമേശ് ചെന്നിത്തല എല്ലാം ഒരേ തട്ടിലുള്ള ടീംസാണ്. മനസ്സിലായില്ലേ? ഇവർക്ക് രണ്ടുപേർക്കും ഒരു നോർമൽ വെയിറ്റേജ് ആണ് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള എന്താ പറയുക ഒരു 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 സാധ്യതയ്ക്ക് ഒരു നോർമൽ വെയിറ്റേജ് ആണ്. പക്ഷേ ആ കാര്യത്തിൽ ഈ നോർമൽ വെയിറ്റ് ഉള്ള ഈ രണ്ട് വ്യക്തികളിലും വി സതീശന് ഒരു വല്ലാത്തൊരു ഒരു 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 പവറുണ്ട്. വി സതീശന് വല്ലാത്തൊരു ഒരു എന്താ പറയുന്നത്, എന്തോ ഒരു തുറുപ്പ് ചീട്ട് വി സതീശൻ്റെ കയ്യിലുണ്ട്. അതെന്തായിരിക്കും ആ തുറുപ്പ് ചീട്ട്? ഒന്നാമതേ പുള്ളിക്കാരൻ ഇലക്ഷൻ ടൈമിൽ ആ സമയത്ത് ഒരു NDA ബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കർണാടകത്തിൽ പോവോ, NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ഥാനാർത്ഥിയോ NDA ആയിട്ട് ബന്ധപ്പെട്ട ഏതോനെയൊക്കെയോ പോയി കാണുകയൊക്കെ ചെയ്തായിരുന്നു. അത് മാത്രമല്ല, കേരളത്തിലെ മിക്ക ഡിജിറ്റൽ മീഡിയ ഹാൻഡിലുകളും കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ മിക്ക ഡിജിറ്റൽ മീഡിയ ഹാൻഡിൽസിനെയും കയ്യിൽ വെച്ചിരിക്കുന്നത് BJP ആണ്. അപ്പം ഇവർ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അടങ്ങിയിരിക്കുക ഡിജിറ്റൽ മീഡിയ ഹാൻഡിലുകൾ. ഫോർ എക്സാമ്പിൾ, പിണറായി വിജയനെ താഴെ ഇറക്കാനായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച മാർഗ്ഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ത്രൂ ആണ് ഇവരൊരു നറേറ്റീവ്, ഒരു നെഗറ്റീവ് നറേറ്റീവ് ഉണ്ടാക്കി ഇറക്കി വളരെ സക്സസ്ഫുള്ളായിട്ട് ഓരോരുത്തരുടെയും തലയിൽ അത് കയറ്റാൻ ഇവർക്ക് പറ്റിയെന്നുള്ള. ഭരണത്തിൻ്റെ ഒരു പാളിച്ചയെ പറ്റിയോ അല്ലെങ്കിൽ ഭരണം കൊള്ളത്തില്ല എന്നോ ഇവർക്ക് പറയാനായിട്ട് പറ്റാത്തൊരവസ്ഥയിൽ ഇവർ ഒരു നറേറ്റീവ് ഉണ്ടാക്കി. മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ജാടയുള്ളതാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്, ഇങ്ങനെയുള്ള ആളെ എന്തിനാണ് നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് ആവശ്യം എന്നുള്ള രീതിയിൽ നറേറ്റീവ് ഉണ്ടാക്കി കൃത്യമായിട്ട് കേരളത്തിലുള്ള ഒരു എന്താ പറയുന്നത്, മൊബൈൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഉള്ള എല്ലാവരെയും പ്രായഭേദമന്യേ എല്ലാവരുടെയും തലയിലേക്ക് ഈ സാധനം തിരികെ കയറ്റാനായിട്ട് ഇവരെ കൊണ്ട് ഈ മീഡിയ ഹാൻഡിൽസിന് പറ്റിയിട്ടുണ്ട്. അത്രയും ഇമ്പാക്റ്റ് ഉള്ള മീഡിയ ഹാൻഡിൽസുകളെല്ലാം മിണ്ടാതിരിക്കുക. ഈ മീഡിയ ഹാൻഡിൽസ് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ കളിക്കുന്ന ഈ കോമാളിത്തരത്തിനെ ഒറ്റ ദിവസം കൊണ്ടെടുത്ത് എന്താ പറയുന്നത് ഏറിക്കയറ്റിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിപ്പിക്കാനായിട്ട് ഈ മീഡിയ ഹാൻഡിൽസിന് പറ്റും. മനസ്സിലായി? എന്നിട്ടും അവരത് ചെയ്യാതിരിക്കുക. ഇനി മേജർ മീഡിയ ചാനലുകൾ അവർ മിണ്ടാതിരിക്കുന്നു. ഇത് കോൺഗ്രസിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിരിക്കുന്ന പോലെ, കോൺഗ്രസിൻ്റെ എന്തോ ഒരു വീട്ടുകാര്യം പോലെ വിട്ടുകൊടുത്തിരിക്കുന്ന പോലെ. അപ്പോൾ ഈ കോൺഗ്രസിനെ എലക്ട് ചെയ്ത ജനങ്ങൾക്കൊന്നും ഇതിൽ വലിയ റോളില്ലേ? അല്ല, അത് മാത്രമല്ല, ഇതെന്തുവാ ഇത്? കോൺഗ്രസ്സിന് ഇഷ്ടമുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നത് പോലെ ഉണ്ട്. ഈ വോട്ട് ചെയ്ത ജനങ്ങളുടെ ജനവികാരം ഒന്നും അറിയുന്നില്ല, ഒന്നും തേടുന്നുമില്ല, ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, മൊത്തത്തിലൊരു എന്താ പറയുന്നത്, ഒരു പുകമയമാണ്. BJPയുടെ സ്ഥാനത്ത് നിന്ന് ഒരു രീതിയിലുള്ള എന്താ പറയുന്നത് ഒരു പ്രതികരണമില്ല. ഈ മീഡിയ ഹാൻഡിലുകളും ഉണ്ടായിരിക്കുന്നു. മേജർ മീഡിയ ചാനൽസ് ഇത് വളരെ ഒരു എന്താ പറയുന്നത് ഒരു ലാഘവത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യുന്നു. 1-2 എന്താ പറയുന്നത് ചാനൽ മാത്രം ഒരു തീക്ഷ്ണതയോടെയുള്ള ഡിസ്കഷൻ കാണുന്നു. 1-2 ചാനൽ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. പിന്നെ വേറെന്താ പറയുക, ഇത് അത്ര നല്ലതല്ല, ഇതത്ര ശരിയല്ല. വി സതീശൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വി സതീശൻ്റെ കയ്യിലൊരു 1.5 വജ്രായുധം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ എന്നാൽ പിന്നെ ഇത്രയും സപ്പോർട്ടുള്ള സി വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞ് ഇതങ്ങ് ഒഴിവാക്കിക്കൂടെ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒഴിവാക്കി വിടാൻ
പറ്റാത്തത്രയും വി ഡി സതീശൻ്റെ കയ്യിലിരിക്കുന്ന ആ വജ്രായുധം എന്തായിരിക്കും? കുറേ ഡൗട്ടുകളുണ്ട്. കുറേ ഡൗട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഈ ഇലക്ഷനിൽ വിജയിച്ചാൽ പോലും ഈ അട്ടിമറി വിജയത്തിൻ്റെ പിന്നിലുള്ള പല കാര്യങ്ങളിൽ പോലും ഡൗട്ടുകളുണ്ട്.